നമസ്കാരം. ഇന്ന് നമ്മൾ 3+1 കേബിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 3+1 കേബിൾ നമുക്ക് പരിചയമുണ്ടാവും. കേബിൾ തിരിച്ചറിയാൻ കേബിളിന് പുറത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. നോക്കാം. കേബിളിൽ യൂസ് ചെയ്യുന്ന കണക്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. കണക്ടറിൻ്റെ പേര് BNC എന്നുള്ള കണക്ടറാണ് യൂസ് ചെയ്തിരുന്നത്. ഈ കാണുന്നതാണ് BNC കണക്ടർ. ഈ BNC കണക്ടറിനെ നമ്മൾ 3+1 കേബിളിലെ ബിഗ് 1 എന്ന് പറഞ്ഞ ബിഗ് കേബിളിലേക്കായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്നത് എങ്ങനെയാണിത് കണക്ട് ചെയ്യുന്നതാണ് ഇന്ന് പഠിക്കുന്നത്. നമുക്ക് BNC ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് ഇതേപോലെ പ്ലസ്സും മൈനസും ഉണ്ട്. ആ സ്ക്രൂ കാണുന്ന പ്ലസ്സും പൊങ്ങി നിൽക്കുന്ന മറ്റ് പോർഷൻ മൈനസും ആണ്. അത് തമ്മിൽ ഒരിക്കലും ടച്ച് ചെയ്യരുത്, ഷോർട്ട് ആകരുത്. അപ്പോൾ നമുക്ക് 3+1 കേബിളിലെ ബിഗ് കേബിളിനെ, കോയാക്സിയൽ കേബിളിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് BNCയിലേക്കാണ്. ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് അതിൽ 3 ചെറിയ വയറും ഒരു ബിഗ് വയറും ഉണ്ട്. ബിഗ് വയറിൽ ഉള്ളത് ചെറിയ നൂൽക്കമ്പികൾ കാണാം. പിന്നെ അതിനുള്ളൊരു പ്ലാസ്റ്റിക് കോട്ടിങ്ങിൽ ഒരു ചെമ്പ് കമ്പിയുണ്ട്, ഒറ്റ ചെമ്പ് കമ്പി. ഈ ചെറിയ നൂൽക്കമ്പികൾ ഇതിൻ്റെ നെഗറ്റീവാണ്. പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള ഒറ്റ ചെമ്പ് കമ്പിയാണ് സിഗ്നലിൻ്റെ പോസിറ്റീവ്. നമ്മൾ ഈ ബിഗ് വയറിനെ കണക്ട് ചെയ്യുന്ന ഈ BNCയിലേക്കാണ്. ചെറിയ വയറുകളിൽ 3 എണ്ണത്തിൽ 2 എണ്ണം പവർ കൊടുക്കാനും ഒരെണ്ണം ഓഡിയോ മൈക്ക് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാനുമാണ്. നമ്മളിപ്പോൾ ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ DC കണക്ടറിനെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വയറ് വെറുതെ നമ്മളത് കെട്ടിവെക്കും അവിടെ. നോക്കുക, ഇത് ഞാൻ ആ ചെമ്പ് കമ്പികളെല്ലാം കൂടെ നൂൽക്കമ്പികളെല്ലാം കൂടെ പിരിച്ചൊന്നാക്കി അത് നെഗറ്റീവായി ഒറ്റ കമ്പിയുള്ളതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ് ഒന്ന് മാറ്റുകയാണ്. അതാണ് സിഗ്നലിൻ്റെ പോസിറ്റീവ്. പവറല്ല, സിഗ്നൽ. ക്യാമറയിൽ നിന്ന് വരുന്ന സിഗ്നലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ചെമ്പ് കമ്പിയെ BNC കണക്ടറിൻ്റെ പോസിറ്റീവ് ആ സ്ക്രൂ ഉള്ള പോർഷനിലേക്ക് കടത്തി വിടണം. എന്നിട്ട് ടൈറ്റ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഒത്തിരി നീളം വേണ്ട, കുറച്ച് മതിയാകും. കുറച്ച് നീളത്തിലേക്ക് അതേ കയറുള്ളൂ. ഒട്ടും ചെമ്പ് കമ്പി പുറത്ത് കാണാൻ പാടില്ല. നമുക്കിത് അത്രയും മതിയാകും. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആ ചെമ്പ് കമ്പിയെ ആ സ്ക്രൂവിന് താഴെയുള്ള ഹോളിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യിക്കുന്നു. അകത്തേക്ക് വെച്ചിട്ട് ഒട്ടും ആ ചെമ്പ് കമ്പി പുറത്ത് കാണുന്നില്ല കേട്ടോ. എന്നിട്ട് ടൈറ്റ് ചെയ്യുക. നന്നായി ടൈറ്റ് ചെയ്യണം. നമുക്ക് ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഈ സിഗ്നലിൻ്റെ നെഗറ്റീവ് വയറിനെ ഈ കണക്ടറിൻ്റെ നെഗറ്റീവ് പോർഷനിലേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അത് വന്നിട്ട് അതിനകത്ത് ആ നൂൽക്കമ്പികളൊന്നും ആ പോസിറ്റീവിലും ടച്ച് ചെയ്യരുത്. അതിനകത്തേക്ക് കയറ്റി വയ്ക്കുക നന്നായിട്ട്. എന്നിട്ട് ഒരു പ്ലെയർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക. അത് ഇങ്ങനെ. ഇപ്പോൾ BNCയുടെ വർക്ക് കഴിഞ്ഞു. ക്യാമറ എന്നുള്ള വീഡിയോ സിഗ്നൽ നമ്മളിപ്പോൾ ക്യാമറയുടെ സൈഡാണ് ചെയ്യുന്നത്. ഞാൻ ഈ BNCയുടെ കവർ ആദ്യം കേബിളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കത് ടൈറ്റ് ചെയ്യാം. ഇനി പവർ കണക്ടർ ചെയ്യാനുണ്ടല്ലേ, BNC മാത്രമല്ല ഇനി DC കണക്ടറൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പവറിൻ്റെ കേബിളിനെ കുറച്ച് താഴേക്ക് മാറ്റിയിട്ടിട്ട് ആ കണക്ടർ വെച്ച് കണക്ടറിൻ്റെ കവർ ടൈറ്റ് ചെയ്ത് വെക്കുക. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് DC കണക്ടർ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കിയാണ്. ഇത് 3 വയറുണ്ട്. ഒരെണ്ണം ഓഡിയോയ്ക്കുള്ളത് അത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ DC കണക്ടർ എടുത്ത് DC കണക്ടർ നമ്മൾ ഈ ടൈപ്പ് DC കണക്ടർ എടുത്തിരിക്കുന്നത്. അതിൽ റെഡ് എന്ന് പറയുന്നത് പോസിറ്റീവും ബ്ലാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ റെഡ് കൂടെ കണക്ട് ചെയ്തു. ആ ബ്ലാക്കിന് നെഗറ്റീവ് വയർ യെല്ലോയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് DC കണക്ടർ വാങ്ങിക്കുമ്പോഴൊക്കെ അങ്ങനെയായിരിക്കും. റെഡ് കാണുന്ന പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവായിട്ട് എടുക്കുക. ഈ ടൈപ്പ് ഇപ്പോൾ കാണുന്ന ടൈപ്പ് DC കണക്ടർ ഉണ്ട്. അത് പ്ലസ്സും മൈനസും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്താൽ മതിയാവും. ഇതിനങ്ങ് ടാഗ് ചെയ്ത് നമ്മൾ വോയിസ് വേണ്ടല്ലോ, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് ടാഗ് ചെയ്ത് വെച്ചേക്കുക അവിടെ. ഇത് നന്നായിട്ട് ടേപ്പ് ചെയ്യണം. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാം നമുക്കിതിനെ. കാരണം നമ്മളിപ്പോൾ ചെയ്തത് ക്യാമറയുടെ സൈഡായിരുന്നു അല്ലേ. ക്യാമറയുടെ കണക്ടർ നോക്കുക. റെഡ് കളറിൽ കാണുന്നത് പവറാണ്, DC കണക്ടറാണ്. യെല്ലോ കളറിൽ കാണുന്നത് BNC ആണ്, വീഡിയോ സിഗ്നലാണ്. അപ്പോൾ പവർ കണക്ട് ചെയ്തു, BNC വീഡിയോ സിഗ്നലും കണക്ട് ചെയ്യുകയാണ്. കാണുന്നത് BNC ആണ്. ഇനി ഈ കേബിളിൻ്റെ അതർ സൈഡ് എന്ന് പറയുന്നത്
എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യേണ്ടത്? നമ്മളുടെ DVRലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അതുകൂടാതെ പവറിന് വേണ്ടി പവർ സപ്ലൈ യൂണിറ്റ് DVRന് അടുത്തിരിപ്പുണ്ടാവും, അതിലേക്കും കണക്ട് ചെയ്യണം. BNC മാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം അവിടെ DC കണക്ടറിൻ്റെ ആവശ്യമില്ല. അത് നേരെ നമ്മുടെ SMPSലേക്ക് പോയി അവിടെ സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കാം. ഇത് DVRൻ്റെ സൈഡ്, ഒരു 4 ചാനൽ DVR ആണ്. ഓരോ ക്യാമറയിൽ നിന്ന് വരുന്ന BNCകൾ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ വന്നിരിക്കുന്ന പവർ, 2 പവർ വയർ. ആ പവർ ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഓഡിയോയുടെ വയറിന്. ബാക്കി പവർ വയർ എടുക്കുക, അതിനെ പവർ സപ്ലൈ യൂണിറ്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ കാണുന്നൊരു പവർ സപ്ലൈ യൂണിറ്റാണ്. ഇതിൽ ഗ്രീൻ കളറിൽ ഇത് കാണുന്നതെല്ലാം 4 ചാനലിനുള്ളതാണ്. അപ്പോൾ ഓരോന്നിനും പ്ലസ്സും മൈനസും ഉണ്ട്. അപ്പം നമ്മുടെ പ്ലസ് വയർ ഏതാണോ അത് ഇവിടെ എഴുതിയിരിക്കുന്ന പ്ലസ്സിലേക്ക് കണക്ട് ചെയ്യുക, മൈനസ് വയർ മൈനസിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെ 4 ക്യാമറയിൽ നിന്ന് വരുന്ന പവർ വയറുകൾ ഈ കാണുന്ന പവർ സപ്ലൈ യൂണിറ്റ് അഥവാ SMPSലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ഷൻ കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ ഓരോ ക്യാമറയിൽ നിന്ന് വരുന്ന BNC കണക്ട് ചെയ്യേണ്ടത് DVRലേക്കും, പവർ കണക്ട് ചെയ്യേണ്ടത് പവർ സപ്ലൈയിലേക്കും ആയിരിക്കും. ഈ രണ്ടിനും സെപ്പറേറ്റ് പ്ലഗ് ഉണ്ടാവും. ഈ കാണുന്നത് പോലെയാണ് ഓരോ ക്യാമറയിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ, BNC കണക്ടറുകൾ DVRലേക്കും, പവർ വയറുകൾ പവർ സപ്ലൈ യൂണിറ്റ് SMPSലേക്കും ആയിരിക്കും കണക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.